അതിന്റെ ലിസ്റ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ലിസ്റ്റ് വെച്ചിട്ടുണ്ട്. കാണിക്കണം, ഇതെല്ലാരെയും കാണിക്കണം എന്നാണ് വെറുതെ. ഇത് കണ്ടോ. ഹലോ ഗൈസ്, ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് പണം കായ്ക്കുന്ന ഒരു തോട്ടത്തിലാണ്. പിച്ചിപ്പൂവിൻ്റെ തോട്ടം. അപ്പോൾ പിച്ചിപ്പൂവിൻ്റെ ഇത് പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? പിച്ചിൻ്റെ പൂവിൻ്റെ കായ് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു 300 ഗ്രാമിന് 340 രൂപ നമുക്ക് കിട്ടും. അങ്ങനെയാണ് അപ്പച്ചൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിന്റെ ലിസ്റ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ലിസ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പച്ചൻ പറയുന്നത് കാണിക്കണം, ഇതെല്ലാരെയും കാണിക്കണം എന്നാണ് വെറുതെ. ഇത് കണ്ടോ, കറക്റ്റായിട്ട് ഇത്രയും നമുക്ക് രൂപ കിട്ടും. അപ്പോൾ പിച്ചിപ്പൂ പറഞ്ഞ നല്ലൊരു ബിസിനസ്സാണ്. പക്ഷേ അപ്പച്ചൻ ഇപ്പോൾ ഒരു എത്ര ഇത് ഇருக்கு, ഒരു 10 മൂട് ഇருக்கு, 20 മൂട് ഇருக்கு. അപ്പോൾ അത് വെച്ച് അപ്പച്ചൻ ദിവസവും പിച്ചിപ്പൂ പറിക്കുന്നുണ്ട്. എത്ര ഗ്രാം കൊടുക്കും അപ്പച്ച ഡെയിലി? 20 മൂടിனா ஒரு இடம் வந்து 400 கிராம். 2 இடம் வரும். 400 ഗ്രാം. 400 கிராம் வந்து ஒரு இடம், 2 இடம் வரும். அப்போ 400 800 பூ வரும். 400 ഗ്രാം എന്ന് പറഞ്ഞാൽ 800 പൂ ഇവിടെ വരുന്നു. ഒരു 400. അപ്പോൾ ഡെയിലി 400 ഗ്രാം കൊടുക്കുക. ശരി, 400 ഗ്രാം കൊടുക്കുന്നു. അപ്പോൾ ഡെയിലി വന്ന് 400 ഗ്രാമിനുള്ള തുകയാണ് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത്. ഇത് ഭദ്രമായിട്ട് അപ്പച്ചൻ വെച്ചിരുന്നു. അപ്പച്ചൻ അപ്പോൾ അതാണ് നല്ല പണം കായ്ക്കുന്ന ഒരു കൃഷിത്തോട്ടമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അടുത്ത് തന്നെ മക്കാച്ചോളത്തിൻ്റെ കൃഷിയുമുണ്ട്. അതും അപ്പച്ചൻ പറഞ്ഞു 6 ഏക്കറിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അല്ലറ ചില്ലറ ചെറിയ സീതപ്പഴം അങ്ങനെയുള്ള ചെറിയ തൈയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നാളികേരത്തിൻ്റെ ഇതും വെച്ചിട്ടുണ്ട്. നാളികേരമായിരിക്കില്ല. ഇല്ല, തെങ്ങ് വെച്ചിരിക്കില്ലേ? തെങ്ങിലെല്ലാം കൊലയായിരിക്ക്. അത്യാവശ്യം അപ്പച്ചന് വിൽക്കാനുള്ള അതെല്ലാം ഉണ്ട്. അപ്പോൾ പൊക്കം കുറഞ്ഞ തെങ്ങുണ്ട്. അതുകൊണ്ട് തന്നെ തേങ്ങയിലൊന്നും കയറേണ്ട കാര്യമില്ല. തേങ്ങ കൈ കൊണ്ട് തന്നെ എടുക്കുക. അതും ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇതാണ് അപ്പച്ചൻ്റെ വലിയൊരു കൃഷിത്തോട്ടമാണ് കേട്ടോ. അത്യാവശ്യം വലിയ കൃഷിത്തോട്ടമാണ്. വലിയൊരു കോടീശ്വരനാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. പാവം കണ്ടാൽ അത്രയൊന്നും പറയത്തില്ലെങ്കിലും ഭയങ്കര ഒരു കോടീശ്വരനാണ്. ഇഷ്ടംപോലെ കാശൊക്കെ ഉണ്ട്. இது சோளம் எடுத்து அடுத்து வித்துருவாங்கல்ல, வித்தா காசு கிடைக்கும்ல. இல்ல அது யாரெல்லாம் வாங்கும்? எதுக்கெல்லாம் அது வெளிநாட்டுக்கு போகுது. வெளிநாட்டுக்கா வேற என்ன வெளிநாட்டுக்கு போய் எல்லாமோ செய்யறாங்க தெரியல. சோளம் கஞ்சி காய்ச்சி எல்லாம் குடிக்க மாட்டாங்க. இந்த ஊர் நாட்டுல தமிழ்நாட்டுல கஞ்சி காய்ச்சி குடிப்பாங்கல்ல, அதுக்கெல்லாம் ஆகாது. இது வேற எதுக்கோ போகுது. ஆமா, അപ്പച്ചൻ പറയുന്നത് ഇത് എന്തിനാ പോകുന്നതെന്ന് അറിയത്തില്ല. വെളിനാട്ടിലാണ് പോകുന്നത് പറയുന്നത്. എന്തിനാണെന്ന് പോകുന്നില്ല. പക്ഷെ അപ്പച്ചൻ്റെ 6 ഏക്കർ ഇருக்கு. மொத்தம் இதுல ஒரு 3 அதுல ஒரு 3 6 7 ஏக்கர் கூட போடுங்க. 7 ஏக்கருக்கு 7 ഏക്കറിൽ നിറച്ച് മക്കാച്ചോളം വെച്ചേക്കുവാണ്. അപ്പോൾ മഴ പെയ്തിട്ടുണ്ട്. മഴയിൽ ഏതാவது പ്രശ്നം വന്നിരിക്കോ? മഴയിലെ പ്രശ്നമില്ല. വേറെ ഏതാ? അതെന്നാ സപ്പോട്ടയാ? ഇല്ല ഇല്ല, ഇത് ചിന്ന ചെടി മാതിരി വെച്ച് எல்லாமே ஒண்ணு. அது சும்மா அது ஒரு செடி. இந்த இது என்ன பேரையா? ஒரு இந்த நம்ம கேரளால உண்டு. இந்த இது என்ன பழம்? இந்த സീതപ്പഴം. ശരി. അപ്പൊ സീതപ്പഴത്തിന്റെ ചെറിയ തൈ വെച്ചിട്ടുണ്ട്. ഇത് കൊഞ്ചം താ വെച്ചിരിക്കാ? ഇപ്പം വച്ചിരിക്കോ, இன்னும் കായ്ക്ക வரல. ശരി ശരി, അത് കൊഞ്ചം വെച്ചിരിക്കും. പൊടി കണ്ട് ഇപ്പൊ പൊടീസ്. அது பொடிஸ் இன்னும் காய்ப்பு வரல. அது சீதாப்பழம் மரம். அதாவது கொஞ்சம் இருக்கு. ഞാൻ அப்படி எடுக்கிற மாதிரி படம் எடுங்க. அப்படி பறிக்கிற மாதிரி. അപ്പം കുറച്ചൊക്കെ എടുത്തു. ഇപ്പൊ ഞാനും പഠിച്ചു കേട്ടോ ഇതിന്റെ എങ്ങനെയാണ് എടുക്കുന്നതെന്നുള്ളത്. ഉങ്ങളോട് വേറെ ആരും വരല്ലേ? ഇത് വീട്ടമ്മ വരും. അത് ஊருக்கு பேருக்கு வரல. சின்ன பசங்களை யாராவது வரும். அவரான கொஞ்சம் நான் எடுத்துட்டோம்ல, கொஞ்சம் தானே. நிறைய இருந்தா ஒரு ஆளை கூப்பிடுறேன். பக்கத்துல ஊரு உங்க சரி சரி, ஐயாவோட ஊரு அங்க பக்கத்துல இருக்கு. ஊர் பக்கத்துல. அப்போ அடிக்கடி வர்றதுக்கு பிரச்சனை இல்ல. ஆமா ஆமா, அடிக்கடி வந்து பார்த்துட்டு போறோம். எந்த குழப்பமும் இல்ல. ശരി ശരി. ഹലോ ഗൈസ്, അപ്പോഴിതേ അപ്പച്ചൻ പറഞ്ഞ പോലെ ഞാൻ കാണിച്ചു തരികയാണ്. ഇത് കണ്ടോ, വലിയതായിട്ടുണ്ട്. മക്കാച്ചോളം എല്ലാം വലുതായിട്ടുണ്ട്. ഈ സൈഡിൽ വലുതായിട്ടുണ്ട്, ആ സൈഡിലെല്ലാം ചെറുതാണ്. അപ്പോൾ ഈ സൈഡിൽ അത്യാവശ്യം വലുതായിട്ടുണ്ട്. ഒരു മാസത്തിനുള്ളിൽ ഇത് റെഡിയാകുമെന്നാണ് അപ്പച്ചൻ പറഞ്ഞത്. ഈ ഭാഗത്തുള്ള മക്കാച്ചോളം എല്ലാം 1 മാസത്തിനുള്ളിൽ റെഡിയാവും. വിളഞ്ഞ് കായ്ച്ച് പരുവത്തിനാവും എന്ന് പറഞ്ഞു. വെളിനാട്ടിലാണ് കൊണ്ട് വിൽക്കുന്നതെന്ന് പറഞ്ഞു. എന്തിനാണെന്നുള്ളതൊന്നും അപ്പച്ചൻ അറിയത്തില്ല. കഞ്ഞി കുടിക്കത്തില്ലെന്നാണ് പറഞ്ഞത്. ഇത് വെച്ച് കഞ്ഞിയൊന്നും കുടിക്കത്തില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ്
സീതപ്പഴത്തെന്ന് പറഞ്ഞ ചെടി, അതിൻ്റെ തോട്ടമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പച്ചൻ്റെ തോട്ടം തന്നെയാണ്. അപ്പോൾ ഇതിലെ കായൊന്നും ആയില്ല, തൈ മാത്രമേ ഉള്ളൂ, തൈയായിട്ട് വെച്ചിരിക്കുവാണ്. കുറച്ചേ ഉള്ളൂ കേട്ടോ, കുറച്ച് തോട്ടമേ ഉള്ളൂ. ഒരു 3-4 ചുവട് വെച്ചിട്ടുണ്ട്. സീതപ്പഴം അപ്പച്ചൻ പറയുന്നുണ്ട്, സീതാപ്പഴമാണ് കറക്റ്റായിട്ട് പറയണമെന്നാണ് അപ്പച്ചൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ സീതപ്പഴത്തിൻ്റെ തോട്ടമാണ്. കായൊന്നും ആയിട്ടില്ല, ഇങ്ങനെ സൈഡിൽ കുറച്ച് വരമ്പിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇതിപ്പം കുറച്ച് ഒരു 2-3 ഒരു 6 മാസമൊക്കെ ആകുമ്പോഴത്തേനും കായൊക്കെ ആകും വളർന്നിട്ട്. പിന്നെ നമ്മൾ തെങ്ങാണ് കാണിക്കാൻ പോകുന്നത്, അപ്പച്ചൻ്റെ തോട്ടത്തിലെ തെങ്ങ്. ഇതാണ് കേട്ടോ തേങ്ങ അതേ പൊക്കം കുറവാണ് കേട്ടോ, എല്ലാ തേങ്ങയ്ക്കും പൊക്കം കുറവാണ്. ഇത്രയുണ്ട് തെങ്ങിൻ്റെ തേങ്ങ നമുക്കിവിടൊക്കെ കാണാം. ഇതാണ് ഇത്രയും ഹൈറ്റിലാണ് നിൽക്കുന്നത് കേട്ടോ തേങ്ങ, വളരെ ഹൈറ്റ് കുറഞ്ഞാണ്. അപ്പച്ചന് വേണമെങ്കിൽ തോട്ടിയൊക്കെ ഇട്ട് ഇങ്ങനെ പറിച്ചെടുക്കാവുന്ന രീതിയിലുള്ള ചെറിയ തെങ്ങും തോട്ടമാണുള്ളത്. പൊക്കം കുറവാണ് കേട്ടോ. ഇത് ഞാനിപ്പോൾ കണ്ടിരിക്കുന്നതിൻ്റെ പൊക്കം കുറഞ്ഞ തെങ്ങും തോപ്പാണിത്. അങ്ങനെ ഒരു 3-4 തെങ്ങ് കൊണ്ട് അത്രയും കൃഷിയാണുള്ളത്. 6 ഏക്കറിൽ ഇതെല്ലാം കൂടെ ചേർത്താണ്. പിന്നെ ഇവിടെയും കുറച്ച് സീതപ്പഴത്തിൻ്റെ ചെടി വെച്ചിട്ടുണ്ട് ഈ സൈഡിലൂടെ. ഇതാണ് അപ്പച്ചൻ്റെ തോട്ടത്തിൻ്റെ വരമ്പിൽ കൂടി ഇങ്ങനെ വെച്ചേക്കുവാണ്. ഇത്രയും കാര്യങ്ങളാണ് അപ്പച്ചൻ്റെ തോട്ടത്തെക്കുറിച്ച് പറയാനുള്ളത്. അതെ, ഈ സൈഡിലായിട്ട് ഇതേ മോട്ടറും ഉണ്ട്, പമ്പ് സെറ്റും കിണറും എല്ലാം ഉണ്ട്. അപ്പച്ചൻ പറയുന്നത് അവിടെ നിന്നാണ് വെള്ളം എടുത്ത് ഈ കൃഷിക്കുള്ളതെല്ലാം കൊടുക്കുന്നത്. അങ്ങനെയാണെന്ന് പറഞ്ഞത്. ഇവിടെ അടുത്താണ് മോട്ടറും പമ്പും. അതിനെന്താ മുറിയില്ലയാ? അതോ ഇതാ മോട്ടർ? ശരി മോട്ടറും എടുക്കാ. ശരി. അപ്പൊ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് അപ്പച്ചൻ. ഇത് വെളിയിൽ തന്നെ മോട്ടറും കിണറും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യത്തിനുള്ള വെള്ളം എല്ലാം വരും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയറും ലൈക്കും നല്ല കമൻറ്റുകളും പോരട്ടെ. പുതിയ വീഡിയോകളുമായി വീണ്ടും നമ്മൾക്ക് കാണാം. അപ്പോൾ ഇത്രയൊക്കെ ഈ തോട്ടത്തിനെ കുറിച്ച് അപ്പച്ചൻ പറഞ്ഞു തന്നു. അപ്പോൾ ഞാൻ ഈ തോട്ടത്തിൽ നിന്ന് പോകുവാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, സീതപ്പഴത്തിൻ്റെ തോട്ടമുണ്ട്, ചെടി തൈകളുണ്ട്, തെങ്ങ്, അതുപോലെ മക്കാച്ചോളം, അതുപോലെ തന്നെ പിച്ചിപ്പൂവിൻ്റെ തോട്ടം. ഇപ്പോഴും അപ്പച്ചൻ അത് പറിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതിൻ്റെ ഉള്ളിൽ പോയിരുന്ന് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചൊക്കെ ഞാൻ പറിച്ചു കൊടുത്തു. മറക്കാതെ വീഡിയോ എൻ്റെ വരുന്ന വീഡിയോകളെല്ലാം ഇഷ്ടപ്പെട്ടാൽ, ഇനിയും ഇട്ടിരിക്കുന്ന വീഡിയോകളും എല്ലാ വീഡിയോകളും ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല കമൻറ്റും ലൈക്കും ഷെയറും ചെയ്യുക. അപ്പോൾ ബൈ. 60 വയസ്സായി അച്ഛൻ. 60 വയസ്സായിട്ട് ഇപ്പോൾ കണ്ടോ അപ്പച്ചന് കുറച്ച് വൈദ്യം അറിയാം. വൈദ്യം നമുക്ക് കുറച്ച് പറഞ്ഞു തരുന്നതാണ്. ഇനി അപ്പച്ചൻ ഒരു വൈദ്യം കൂടെ പറയുന്നുണ്ട്. അത് കാമിക്കുമോ? അത്